പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ ശ്രീ മണപ്പള്ളി മാധവൻ നമ്പ്യാർ നിര്യാതനായി. സംസ്കാരം ഇന്ന് ഏഴിലക്കരയിലുള്ള വസതിയിൽ നടന്നു. അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷപ്രകാരം ചിതാഭസ്മം നാളെ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്യും. G8 രാഷ്ട്രങ്ങളുടെ പവിത്ര, മൂപ്പിൽ നായരും മകൻ രാമകൃഷ്ണനും അളിയൻ കല്ലട്ടി വാസുദേവനും എത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. രാമകൃഷ്ണൻ പറഞ്ഞു ഇരിക്കുക. മന്ത്രിമാരാരൊക്കെ വരും? ഭരണം നമ്മുടെ കയ്യിലല്ലോ. എന്നാലും അച്ഛൻ വളർത്തിയ ആളാക്കിയ ചിലരൊക്കെ ഘടകക്ഷികളുണ്ട്. ഏതായാലും വനം വകുപ്പിന്റെ കുറിപ്പെത്തും. പവിത്ര, മിനിസ്റ്റർ ഇല്ല, കോഴിക്കോട്ട് അർജന്റ് പാർട്ടി മീറ്റിംഗ്. നന്ദി കെട്ടവൻ. കളക്ടറോ? കളക്ടർ തിരുവനന്തപുരത്താ, ഇന്നലെ വൈകിട്ട് പോയി. പിന്നെ ഏത് എരപ്പാളിയുണ്ട് ഇവിടെ? ഇവിടുത്തെ റൂറൽ എസ് പി വിളിച്ചപ്പോൾ ഓൺ ലീവ്. CM ഗ്രൂപ്പ് എത്താവുന്നു. ആ ഫോണിങ്ങതാ. ആരോ കയറി കളിക്കുന്നുണ്ട്, ഒരു ഒതുക്ക് നടക്കുന്നുണ്ട്. ഭരണം ഇന്നല്ലെങ്കിൽ നാളെ മാറും. ഈ പറയുന്ന കളക്ടർ SP ഒക്കെ ഇവിടെ തന്നെ കാണും. കൊടുക്കാം. ഹലോ, ഇപ്പോ ഞാനിപ്പോ കണ്ണൂർ SP. ഈ ഭാഗത്തേക്ക് ഒരു ട്രാൻസ്ഫർ നോക്കായിരുന്നില്ല. തന്നെ പോലെ ഒരാൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഓ, ഇനി വൈകണ്ട. വിശിഷ്ടാതിഥിയായി സർക്കാരിന്റെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട് പോലും. അവന്മാരുടെ ഒരു സൗജന്യം. അവനെ ഒന്നും കാക്കണ്ട. ആരാത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറാടി. ആ കിഴങ്ങനോ? സമയം ഒട്ടും ഉണ്ടായിട്ടല്ല. എന്നാലും നമ്മുടെ മണപ്പള്ളിജിയുടെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്ന ചടങ്ങല്ലേ, മിനിസ്റ്റർ നേരിട്ട് വിളിച്ചു പറഞ്ഞു ഏറാഡിജി ഒന്ന് പോയി അറ്റൻഡ് ചെയ്യണമെന്ന്. ദിവാര, ഞാൻ വൈകിയോ? താൻ ശകുനപ്പുഴ പോലെ മുന്നിൽ നിൽക്കാതെ ഒന്ന് മാറി നിൽക്കണോ? പവിത്രജി, ഞാൻ എത്തി കേട്ടോ. ഭാസ്കര, ഈ ആളെയൊക്കെ ഒന്ന് ഒതുക്കിയേ. എന്താണോ ഇത്? ആ ജയലക്ഷ്മി ടീച്ചറെ തള്ളി താഴെയിടല്ലേ. പണ്ട് ഇതുപോലൊരു പെണ്ണും പിള്ളയെ മദ്രാസിൽ വെച്ച് വണ്ടിയിൽ നിന്ന് തള്ളി താഴെയിട്ടതിന്റെ മുകിൽ എന്തെല്ലാം ഉണ്ടാക്കി, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഒഫീഷ്യൽ കാറവറോ, വണ്ടി എടുക്കണോ? ഏതായാലും വന്ന സ്ഥിതിക്ക് പുഴവെള്ളത്തിൽ ചാരം കലക്കുന്നതൊന്ന് കണ്ടിട്ട് പോകാം. ഇതാരും മണപ്പള്ളിയുടെ ഫാദർ? ഹേയ്, അല്ലല്ലോ. ഇതുപോലെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നു? ആരെങ്കിലും ആവട്ടെ. നിൽക്കണം. എന്താ? മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആർക്ക് വേണം നിന്റെ അനുവാദം? മുമ്പിൽ മാറിക്കണം. നടക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെയാ. മണപ്പള്ളിക്കാർക്ക് അതിൽ സംശയം വേണ്ട. എന്ത് ധിക്കാരമാണ് ഇത്? ഭാരതപ്പുഴ എന്താ നിന്റെ തറവാട് സ്വത്താ? മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ ആരാന്നാടാ നിന്റെ ഒക്കെ വിചാരം? മഹാത്മാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ട്. അതിലും വലിയ ആളല്ലല്ലോ. ഭാസ്കര, നിന്റെ അനിയനല്ലടാ ഇവൻ.
എടാ അടിച്ചതല്ല ഏട്ടനൊക്കെ വീട്ടിൽ മതി ഇവിടെ വേണ്ട. എവിടെയോ പോലീസുകാര് പിടിച്ചു മാറ്റാൻ പറയും സുധീരൻ സാർ കണ്ണൂർ SP അല്ലേ? ഇവിടെ ഒഫീഷ്യൽ പവറൊന്നുമില്ലല്ലോ. എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ എനിക്ക് ഒരുത്തന്റെ അനുവാദം ആവശ്യമില്ല. തടയാനങ്ങ ശ്രമിച്ചാൽ തടയാൻ ശ്രമിക്കുകയല്ല, തടഞ്ഞിരിക്കും. മണപ്പള്ളി മാധവൻ നമ്പ്യാർ ഈ നാടിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്തിട്ടാ ഈ എഴുന്നള്ളിപ്പും രഘുപതി രാഘവപാടി ഭജനയും. വള്ളുവ നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം പിറവി കൊള്ളുന്ന കാലത്ത് ബ്രിട്ടീഷ് പോലീസിന്റെ ഏറാമൂളിയായിരുന്നു അയാള്. ചാരൻ, ഒറ്റുകാരൻ, കോൺഗ്രസ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തല്ലിച്ചതയ്ക്കുന്ന പോലീസ് സംഘത്തിന്റെ വഴികാട്ടി, പിന്നീട് കതറിട്ട് നേതാവായി നാറിയ രാഷ്ട്രീയ കളികൾ കൊണ്ട് കോടികൾ സമ്പാദിച്ച അഴിമതിക്കാരൻ, ഇപ്പൊ മരിച്ചപ്പോ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നൊരു തലപ്പേരും. ശകുനി എന്നാണ് പേര് വിളിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ശകുനി ആചാര്യൻ. ചേച്ചി ഒന്ന് മാറിയേ, ഒന്ന് കാണട്ടെ ചേച്ചി. സാറോ താനൊക്കെ എവിടെ പോയി കിടക്കുകയായിരുന്നോ? സാർ നമ്മുടെ മുനിസിപ്പൽ കോർട്ടിൽ പട്ടി കയറി, ഞാൻ കള്ളനെ കൊണ്ട് മണപ്പിച്ചു. അല്ല, കള്ളം കയറി ഞാൻ പട്ടിയെ കൊണ്ട് മണപ്പിച്ചു. എന്താ സാർ ഇവിടെ പ്രശ്നം? എന്താ വേണു മാഷ പ്രശ്നം? ഈ നിൽക്കുന്നവർ തന്നെയാ പ്രശ്നം. അതെങ്ങോട്ട് തല്ലി ഓടിച്ചു വിട്. തന്നോട് ചോദിച്ചില്ല. ചിതാഭസ്മവുമായി ഒരുത്തനെയും പുഴയിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്താ മിസ്റ്റർ, എന്താ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? അവരിങ്ങനെ സ്റ്റേനായിട്ട് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോ ഞങ്ങൾ തിരിച്ചു പോണമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ജോലി കുറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടിന് പോവുകയും ചെയ്യാം. തനിക്ക് വന്ന പോലെ പോവാം. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഭാസ്കര, ഒരു സംഘർഷം ഒഴിവാക്കുന്നല്ലേ നല്ലത്. താൻ തന്നെ പാട്ടിന് പോടോ. എന്നാ പിന്നെ വാസുദേവ, നിന്റെ പിള്ളേരെയും കൂടെ വിളിക്ക്. എല്ലാരും വരണ. നിൽക്കട്ടെ, കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കേ. വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. കാണ്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോവും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണൽത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലത് ജനിച്ച് മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന് തടം വെട്ടി ഈ ചരതിലിട്ട് മൂട്. പോടാ, പോ മോനെ ദിനേശ. നീ പകപോക്കുകയാണല്ലേടാ. ചത്ത് ദഹിച്ച് തീർന്നു പോയതിനോട് പകയല്ല, അറപ്പാണ് എനിക്ക്. എൻ്റെ ജീവിതം, നിരപരാധിയായ എൻ്റെ ജീവിതം, അതിലെ വെളിച്ചം തല്ലിക്കെടുത്തി 6 വർഷം സെൻട്രൽ ജയിലിലെ ഇരുട്ടിലേക്ക് നിസ്സാരമായി എന്നെ വലിച്ചെറിഞ്ഞാൽ നിന്റെ തന്തയെ നെഞ്ച് കീറിപ്പൊളിച്ച് ചോര കുടിക്കുന്ന ഒരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. 6 വർഷം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം. പക്ഷെ കാലം അയാളെ ഈ മൺകുടത്തിലാക്കി എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. പുറം കാലുയർത്തി തൊഴിച്ച് തെറിപ്പിക്കും ഞാനത്. അതിനു മുമ്പ് നീ പോ. പവിത്ര, ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? നിനക്ക് ജയിക്കാനാവില്ല. ശേഷക്രിയ ചെയ്യാൻ വന്നവർക്കെല്ലാം കൂടെ കൂട്ടക്രിയ നടത്തും അവർ. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം
തിരികെടാത്തൊരു വിളക്കിന് മുൻപിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്ന് ഈ മണപ്പുറത്ത് നീ ബലിയിടാനായിരിക്കുമ്പോ ഞാനുണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴയിൽ ഒഴുക്കാൻ. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാകും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ വാ. അച്ഛന്റെ കാൽവരലിലെ 2 or 3 നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ.